ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലൂപ്പിംഗ് ഡേയ്സ്. എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോയിലുള്ളൊരു യാത്രയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പയ്യോളിക്ക് പോവുകയാണ് കേട്ടോ. പയ്യോളിക്കല്ല പോകുന്നത് കുറച്ച് ദൂരെയാണ്, കൂത്തുപറമ്പിലേക്കാണ്. അപ്പോൾ ഞാൻ KSRTC ബസ്സിൽ മാഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയും കൂത്തുപറമ്പ് പൂക്കോട്. വിസ്നേൻ്റെ വീട് അവിടെയാണ്, വിസ്നേൻ്റെ വിസ്നേച്ചിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ. അപ്പോൾ ഞാനിവിടുന്ന് ഏട്ടൻ്റെ സൈറ്റ് മാഹി ആയതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് മാഹിക്ക് KSRTCയിൽ കയറിയത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ KSRTC കയറാൻ 2 റീസണുണ്ട്. ഒന്ന്, യാത്ര സുഖം KSRTC ആണല്ലോ, മറ്റേ ബസ്സിനേക്കാളും യാത്ര സുഖം എന്തുകൊണ്ട് സുഖം KSRTC ആണ്. 2, കണ്ടോ എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്. ഇപ്പോൾ മറ്റേ ലൈൻ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ടൈം ആണല്ലോ, ഒരു 4:30, ഇപ്പോൾ 4:15 ഇപ്പം. അപ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് ഹെൽമെറ്റ് കൊണ്ട് നിൽക്കാനിരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. KSRTC ആകുമ്പോൾ എനിക്ക് നല്ല സുന്ദരമായി ഇന്ന് യാത്ര ചെയ്ത് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് KSRTCയിൽ കയറി കേട്ടോ. ഇനി ഞാൻ മാഹിയിലെത്തിയിട്ട് കാണിക്കാം. ഇത് വടകര സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. നേരത്തെ സൈഡ് സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഹെൽമെറ്റൊക്കെ ഉള്ളതിനെ കൊണ്ട് ബസ്സിൻ്റെ അകത്തുനിന്ന് വെറുതെ വികൃതി കളിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോകാനിട്ടാണ്. ഇവിടെ എത്തി നിർത്തിയപ്പോൾ ഞാൻ സൈഡ് സീറ്റിലേക്ക് മാറി. ഇനി വടകര നിന്ന് ഇവിടെ നിന്നാകെ കുറച്ച് സമയം കൂടി, ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ കേട്ടോ. മാഹിക്ക് വേഗം കിട്ടി. അങ്ങനെ ഏട്ടനെ കണ്ടുകിട്ടി. ഇതാട്ടോ മാഹി. അതായത് ഞാനിപ്പോൾ ഉള്ളത് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയിലാണ്, മാഹിയിൽ. ഏട്ടാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരിക കേട്ടോ. ഞാൻ ഒരു 100 ആളോട് ചോദിച്ചിട്ട് അവിടെ ഇറങ്ങിയേ. ഇതാ മാഹി പള്ളി, മാഹിപ്പാലം. അതായത് മയ്യഴി പുഴയുടെ തീരത്ത് മയ്യഴി പാലം. ഇവിടെ നിന്ന് കരി കണ്ണൂർ എത്തിട്ടോ. ഇത് കണ്ണൂരാ, ഈ റോഡ് കണ്ണൂർ, ഈ റോഡ് കണ്ണൂർ മുനിസിപ്പാലിറ്റി റോഡാ. മാഹി കഴിഞ്ഞു, അതായത് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി കഴിഞ്ഞ്. ഞാൻ ഇത്രയും നേരം നിന്നത് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. ഇപ്പൊ ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. എനിക്ക് വട്ടായി അല്ല, ആടെ സ്വാഗതം കണ്ണൂർ പഞ്ചായത്ത് അങ്ങെത്തൊന്നും വേണ്ട. ഇത് ന്യൂ മാഹി. എന്നാ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പെട്ടതാട്ടോ. ഇപ്പൊ എൻ്റെ ഡാൻസിന്റെ എല്ലാ ടീമുകളും ഇങ്ങനെ തന്നെ ബൈക്ക് എടുത്തിട്ട്, എല്ലാവരും ബൈക്ക് എടുത്തിട്ടോ, എല്ലാവരും വരുന്നുണ്ട്. അതായത് 1, 2, 3, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു 3 ബൈക്കിലുള്ള ആളേ ഉള്ളൂ കേട്ടോ. അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കൂത്തുപറമ്പ് പോകാൻ വേറെ റൂട്ടുണ്ട്. ഈ പയ്യോളിൽ നിന്ന് വരുമ്പോൾ ബസ്സിനല്ലാണ്ട്, ബസ് പോകുന്ന റൂട്ടല്ലാണ്ട് ബൈക്കൊക്കെ പോകാൻ പറ്റുന്ന വേറെ റൂട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ റൂട്ടിലാണ് വരിക. എനിക്കിവിടെ നിന്ന് ഏട്ടനെ പിക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ടിൽ വന്നത്. എന്നെ ഏട്ടൻ പിക്ക് ചെയ്തതാണോ എനിക്ക് ഏട്ടനെ പിക്ക് ചെയ്യേണ്ടതാണോ? രണ്ടും ഒരുപോലെ തന്നെ. അങ്ങനെ ഞങ്ങളിത് പൂക്കോട് എത്തിട്ടോ. ബോർഡൊന്നുമില്ല കാണിച്ചാൽ, പൂക്കോട് ടൗണിൽ. അപ്പോൾ ഇവിടെയാണ് വിസ്നേൻ്റെ ഹോം ടൗൺ, വിസ്നേച്ചിയുടെ സ്വന്തം വീട് കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരാൾ മടപ്പള്ളി ആ ഒരു സ്ഥലത്തും ഒരാൾ വടകര, അങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു 1/2 hour വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്, വിസ്നേൻ്റെ വീടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നീട് കാണിച്ചു തരാം. എല്ലാവരും കൂടെ എത്തിയിട്ടോ. എത്തിയിട്ട് നമ്മൾ കയറുന്ന വീഡിയോ എടുക്കാൻ ലേറ്റായി പോയി. എല്ലാവരും ഉള്ളിൽ എത്തി. ഞാനെടുക്കണ്ട, നല്ല സമയം കേട്ടോ, നിലവിളക്ക് കത്തിച്ച് വെച്ച സമയം. ഇതാ ബർത്ത്ഡേ പോയിട്ടോ.
ഹായ് പറയടാ. ഹായ് പറയൂ ദർശ. ഹായ് പറ. ഹായ്. അമ്മ പിന്നെ ഹായ് പറ. ഓന് മൂടൊന്നുമില്ല. നമ്മളെ ഗുളികന്റെ ഇതാണ്. ഓരോ കാര്യങ്ങളും വീഡിയോ എടുക്കൽ നിർത്തുവോ? കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. നാട്ടിലുള്ള ആളുകളുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് കിട്ടിക്കൊള്ളു. പിന്നെ ഇവള് നാട്ടിലുള്ള സപ്പോർട്ട് ഞാൻ ടീമംഗങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ ഇങ്ങനെ ഓരോ ഫാമിലിയും ഭർത്താക്കന്മാരെന്നെല്ലാം പറഞ്ഞ് ഇവള് കൊറേ 5 മിനിറ്റ് അതിന്റെ വന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നവരോട് സൗമ്യക്ക് ശ്വാസം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അയച്ചല്ലമ്മേ. അവസാനം ഞാൻ ചോദിച്ചു കോട്ടക്കല് ലാബ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ഇതാണ് ശരിക്കും വിസ്മയിച്ചിലെ വീട്, അത് തറവാടാണ്. അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഉമ്മാള് പറഞ്ഞോ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, പിന്നെ ഭയങ്കര ഉത്സവാണ്. പിന്നെ അതെവിടെയാ? നമ്മള് പെരുന്നാലും തള്ളയാന്നറിയല്ലേ. പക്ഷെ ഓള് നല്ല ഭാഷ സംസാരിക്കാൻ കേട്ടിക്ക. ഇതാ അവളെ വീട്. അതുപോലെ അവളെ അമ്മേന്റെ അനിയത്തി ആടെ ഇല്ലേ. ഇല്ല, തുടങ്ങുന്നുള്ളൂ. അന്നേരം ഇവിടെ ഭാഷ ഇതൊന്നല്ലേ? ഫസ്റ്റ് പരിചയപ്പെട്ടല്ലേ? ഫസ്റ്റ് പരിചയപ്പെട്ടതാ. അന്നേരം ഭാഷ മാറ്റമുണ്ടോ? അടക്കളി കണ്ടു പരിചയപ്പെട്ട് വരണം. എടി സത്യം പറയടി, അന്ന് ഇന്നൊരു കൊനസ്റ്റ് വർത്താനം പറഞ്ഞ് ഞാൻ കേട്ടിക്ക്. അന്നില്ലേനുള്ള അനുഭവം പറയുന്നുണ്ടല്ലോ. എന്തെന്നാ ഞാളെ വന്നില്ലാത്ത അതല്ലടി ഇവലില്ലേ നമ്മളിങ്ങനെ എന്താ പറയാ, നല്ല ശരീരമൊക്കെ ഇങ്ങനെ എല്ലാ ഭർത്താവ് ശ്രദ്ധയ്ക്ക് വീട്ടിൽ പോയാൽ മതി. ആദ്യത്തെ വീട്ടിലല്ലേ എത്തുക, വീട്ടിലാക്കിട്ടാ ഞാൻ പോകുന്നുള്ളൂ. കാലിന്റെ എന്തായി? അതൊക്കെ പോയടാ. പോയിന്നല്ലേ ഏച്ചി വർക്കിന് തുടങ്ങിയ ദേവദാസ്. ഞാളും മുറിക്കട്ടെ, ഞാളും മുറിക്കട്ടെ. ഇങ്ങോട്ടേക്കല്ലേ വെക്കണ്ടേ? തിരിച്ചല്ലേ ഇത് വെക്കണ്ടേ? അല്ലേ ഞാൻ കാണുന്നു. ആർക്കറിയാം ഈ നമ്പറാണ്. തിരിച്ചിട്ടാണോ? ഏട്ടന് വായിൽ വെച്ച് കൊടുക്ക്. മുറിക്കല്ല, നിരക്കല മുറിക്കല്ല. എന്നാ കൊടുക്ക ഏട്ടന് വായിൽ വെച്ച് കൊടുക്ക്. ഒറ്റക്കടിക്കുള്ള ഞാകലെന്താണ്? അമ്മേന്റെ വായല്ലെന്ന് അറിയാം. വീഡിയോ വരും. പാപ്പനോട് പറ കേക്ക് മുറിച്ചിനെന്ന്. ഇല്ല, ഓന്റെ സമയം കഴിഞ്ഞില്ല കേട്ടോ. മുറിക്കട്ടെ.
എന്തോ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കണോ? അഞ്ചാമത്താണ് അത് കൂടുതൽ തന്നാ മതി. ഒരു കാര്യത്തിലും ഉറപ്പാണ് അമ്മേന്റെ കൈപ്പുണ്യം എന്തെങ്കിലും 10-1 കിട്ടിയിട്ടുണ്ടാവും. അറിയില്ലല്ലോ. ബിരിയാണി കുക്ക് ചെയ്യലുണ്ടാ? കുഞ്ഞിനെ കണ്ടില്ലേ? വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? സത്യം. നമ്പറാ പാവം ഞാൻ കണ്ടോ തിന്നത്. ബാക്കിയെല്ലാം നീറ്റാ. ഗംഭീര പാട്ടല്ലടാ. ക്ഷീണിച്ചതാ. നമ്മള് ഭക്ഷണം കഴിച്ചില്ല. ഫുൾ ആക്റ്റീവ് ആണ്. അപ്പൊ മാഹിന്റെ സ്വന്തം ബീവറേജസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബീവറേജസ് നമ്മള് സാധാ ചായപ്പീടിയ പോലെ ബീവറേജസ് ഉണ്ടാവുക 2 സൈഡിലും. അവിടെ കാണിക്കാൻ മറന്നു. ഇതാ ഇവിടെ ഒരു ചായ വാങ്ങുന്ന ലാഘവത്തിൽ നമുക്ക് എന്ത് വാങ്ങാം? മദ്യം വാങ്ങാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ട എല്ലാ സ്ഥലത്തും ഉണ്ട്. അതും GSTയോ ഒന്നുമില്ലാണ്ട്. GST ഉണ്ടോ ഏട്ടാ? അതുപോലെ തന്നെ പെട്രോള്. നമ്മുടെ നാട്ടില് പെട്രോളിന് എത്ര പൈസ? 105 രൂപ. ഇവിടെ 91, വെറും 91, 14 രൂപേന്റെ വ്യത്യാസം. ആ ഒരു സൗകര്യങ്ങള് യൂണിയൻ ടെറിട്ടറിയിൽ നമുക്ക് ഇവിടെയാ കിട്ടുക. ഏട്ടൻ്റെ സൈറ്റ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഈ 2 സൗകര്യങ്ങളും ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം അല്ലേ ഏട്ടാ? ബിവറേജസ് ആയാലും പെട്രോൾ ആയാലും. വീഡിയോ നാണം കെടുത്ത ആൾക്കാരെ സംഭവം അറിയോ? ഇത് പാലകളക്കി നിന്ന് പറയാൻ കരയുന്നുണ്ടോ? വരുന്ന വഴിക്കായത്. അയ്യയ്യേ ഇപ്പൊ എന്റെ ഞാനൊരു വീഡിയോ അങ്ങനെ ഇതാ നമ്മള് തിരിച്ച് വീട്ടിലെത്താനായിട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരു 10:05 ആ ഒരു ടൈം ആയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലെത്താം. ഏട്ടൻ നേരെ ഡ്യൂട്ടിയിൽ നിന്ന് നേരെ വന്നതായതുകൊണ്ട് ഏട്ടന് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുമാതിരി പൊടികളെല്ലാം ഞങ്ങള് തിന്നിക്ക് റോഡുമേലുള്ള. ഇതിപ്പോ അയ്യോ റോഡ് പണിയായതുകൊണ്ട് അയ്യോ റോഡിന്റെ അവസ്ഥ കുറച്ച് ദയനീയകരമായ അവസ്ഥയാട്ടോ. ബൈപ്പാസ് കയറി, അതെ മാഹി ബൈപ്പാസ് പ്രശ്നമില്ല, അടിപൊളിയാണ്, സ്മൂത്തായിട്ട് എത്താം. പക്ഷെങ്കിൽ ബാക്കി എല്ലാ റോഡുകളും ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ ഏട്ടാ? വേണ്ടേ? ഓക്കെ, ബൈ.